ശ്രീചിത്രൻ അല്പം മുമ്പ് VPP മുസ്തഫ രാമസങ്കല്പത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അതാത് ജീവിത സാഹചര്യത്തോടും സങ്കല്പത്തിനോടുമായി അനുസൃതമായി ഇത്രമേൽ വൈവിധ്യവൽക്കരണത്തിൽ വായിച്ച മറ്റൊരു കഥാപാത്രം ഉണ്ടാകില്ല ഒരുപക്ഷെ രാമനോളം. അപ്പോൾ അത്രമേൽ വൈവിധ്യമായി നമ്മൾ വായിച്ചു കണ്ട രാമൻ ഇങ്ങനെ ഏകാത്മകതയിലേക്ക് മാറിയത് എങ്ങനെയാണ്? സമീപകാലത്തുണ്ടായ ഒരു പരിണാമമാണ്. ചരിത്രപരമായി ഈ പറയുന്ന 100 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ വർഷമല്ല. 100 വർഷത്തിനിടയ്ക്ക് അതിലും താഴെ ഒരു 50 വർഷത്തിനിടയ്ക്ക് മാത്രം സംഭവിച്ചതാണ് വളരെ ഏകശിലാത്മകമായി രാമനെ വായിക്കുക എന്നത്. ഇപ്പോൾ ഭക്തിപ്രസ്ഥാന കാലം എടുത്താൽ തന്നെ ഇപ്പം ചന്ദ്രമാനസ് എഴുതുന്ന തുളസീദാസിൻ്റെ രാമായണം ഉണ്ടാകുന്ന ബാബറി പള്ളി സ്ഥാപിക്കപ്പെട്ട ഏതാണ്ട് അതേ കാലം 15-16 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെടുന്ന കൃതി മുതൽ നോക്കിയാൽ രാമായണത്തിന് വളരെ ബഹുസ്വരമായ പലമയാർന്നൊരു പാരമ്പര്യമാണുള്ളത്. ഒന്നാമത് രാമായണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇപ്പുറം ഇങ്ങോട്ട് പൗരസ്ത്യ ഗോളത്തിൻ്റെ ഏതാണ്ട് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പല പല ഭാഷകളിൽ പല രീതിയിൽ പരന്ന ഒരു കൃതിയാണ് രാമായണം എന്ന് പറയുന്ന ടെക്സ്റ്റ്. അത് ഒരു രാമായണമായിട്ടല്ല, പല പല രാമായണങ്ങളായിട്ടാണ്. പലരും കരുതുന്നത് വാത്മീകി ആദ്യം രാമായണം എഴുതി, അതിനുശേഷം അതിൽ നിന്ന് പിരിഞ്ഞ് ബാക്കി രാമായണങ്ങൾ ഉണ്ടായി എന്നാണ്. അങ്ങനെയല്ല എന്ന് കാമിൽ ബുൽക്കയെ പോലെ രാമായണത്തെ പറ്റി പഠിച്ചവർ, രാമകഥ എന്ന് പറയുന്ന കാമിൽ ബുൽക്കയുടെ വളരെ വിശദമായ പഠനമുണ്ട്. AK രാമാനുജത്തിൻ്റെ വിശദമായ 300 രാമായണാസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ പ്രബന്ധമുണ്ട്. അതിൽ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്, ഒരു രാമായണത്തിൻ്റെ പകർപ്പോ അതിൽ നിന്നുള്ള വ്യാഖ്യാനമായിട്ടല്ല, പലതരം രാമായണങ്ങൾ പല നാട്ടിലുണ്ടായതാണ്. ഇതെല്ലാം മാറി ഒരൊറ്റ രാമനാണ് ഉള്ളത് എന്നും രാമൻ ജനിച്ചത് ഈ പറയുന്ന പ്രത്യേക പ്രദേശത്താണ് എന്നും രാം ജന്മഭൂമി എന്നുമുള്ള വിഷയം 1800കളുടെ പകുതിയോടെ മാത്രം ഒരു ഭാവനയിൽ നിർമ്മിച്ചെടുക്കപ്പെട്ടതും അന്നുപോലും അതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കപ്പെട്ടു തുടങ്ങിയിട്ടില്ല. പിന്നീട് ക്രമാനുഗതമായി RSSൻ്റെ ജനസംഘിൻ്റെ ഒക്കെ വളർച്ചയനുസരിച്ച്, അതിൻ്റെ ചരിത്രം മുൻപ് പലരും സൂചിപ്പിച്ചാണ്, വീണ്ടും പറയുന്നില്ല, ആ ഒരു ചരിത്രത്തിലൂടെ കടന്നു പോരുമ്പോഴാണ് ഇന്നത്തെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തെ രാമജന്മഭൂമി യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. എന്ന് വെച്ചാൽ രാമൻ അവിടെ ജനിക്കുന്നതല്ല, മറിച്ച് രാമജന്മഭൂമി തന്നെ ക്രമേണ ഈ രാഷ്ട്രീയ സാഹചര്യം ജനിപ്പിച്ചെടുത്തതാണ്. അത് വ്യക്തമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ടുള്ള ആളുകളെ കുറിച്ച് ആനന്ദ് പട്വർദ്ധൻ്റെ ഒക്കെ ഡോക്യുമെൻ്ററിയിലൊക്കെ വളരെ വിശദമായ ചിത്രമുണ്ട്. അവരെല്ലാം പറയാറുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് രാമൻ ജനിച്ചത്, ഇവിടെയാണ് രാമൻ ജനിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ബ്രാഹ്മണർ പല സ്ഥലങ്ങളിലും ആളുകളെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെയൊക്കെ കൊണ്ടുപോയി അവർ തൽക്കാലം എന്തെങ്കിലും പൂജയൊക്കെ കഴിക്കും. എവിടെയാണ് രാമൻ ജനിച്ചത് എന്നുള്ളതല്ല പ്രശ്നം, അയോധ്യ എന്നൊരു സ്ഥലമുണ്ട്, അത്ര മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ബാബറി മസ്ജിദ് എന്ന പള്ളി നിൽക്കുന്ന നിശ്ചിത പർട്ടിക്കുലർ സ്പേസ്, ആ കൃത്യം സ്ഥലത്ത് തന്നെയാണ് രാമൻ ജനിച്ചത് എന്നത് കൃത്യമായും RSS എന്ന് പറയുന്ന ഒരു സംഘടന വളർന്നു വരികയും അതിൻ്റെ ഒരു രാഷ്ട്രീയ ആയുധമായി, വർഗീയ ആയുധമായി രാമനെ അവർ തിരിച്ചറിയുകയും ചെയ്യുന്നതോടുകൂടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് എത്തിയ ദൃശ്യമാണ് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഗോൾവാൾക്കർ പോലും ഇത്ര വിശദമായി രാമൻ എന്ന് പറയുന്ന ബിംബത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നില്ല. അതിനും ശേഷമാണ് യഥാർത്ഥത്തിൽ രാമക്ഷേത്ര എന്ന് പറയുന്ന, അഥവാ രാമജന്മഭൂമി എന്ന് പറയുന്ന പ്രശ്നസ്ഥലം എന്ന് പറയുന്ന രീതിയിൽ ഈ രാം ചബൂത്തർ എന്ന് പറയുന്ന കാര്യത്തെ പ്രധാനമായി RSS ഊന്നാൻ ആരംഭിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ നെഹ്റു സരയൂ നദിയിലേക്ക് ഒഴുക്കിക്കളയൂ എന്ന് പറയുന്ന ആ രാംലല്ല വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്നുള്ള ആസൂത്രിതം എന്ന് നമുക്ക് കൃത്യമായി കോടതി തന്നെ വിലയിരുത്തുന്ന സംഭവ വികാസങ്ങളും പരിശോധിച്ചാൽ, എന്ന് പറഞ്ഞാൽ അന്ന് AK നായർ എന്ന് പറയുന്ന കലക്ടർ അത് അവിടെ നിന്ന് എടുത്തു കളയാൻ പറയുന്നില്ല. നോക്കുക, സാധാരണ നിലയ്ക്കൊരു പ്രധാനമന്ത്രി പറഞ്ഞാൽ എടുത്തു കളയാൻ നിശ്ചിതമായും ബാധ്യസ്ഥനാണ് ഒരു കലക്ടർ, പക്ഷേ അന്നത് സംഭവിക്കുന്നില്ല. ഈ ഹിസ്റ്ററി നോക്കിയാൽ നമുക്കറിയാം, വളരെ ആസൂത്രിതമായി നിർമ്മിക്കപ്പെട്ടതാണ് ഇന്നത്തെ രാമജന്മഭൂമി എന്ന അജണ്ട. ചരിത്രത്തിൻ്റെ പിന്തിരയിലേക്ക് നോക്കിയാൽ ഏത് ചരിത്ര പണ്ഡിതരുടെ പഠനങ്ങൾ നോക്കിയാൽ കാമിൽ ബുൽക്കയുടെ പഠനം ആവശ്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഈ വിഗ്രഹം തന്നെ അത് സ്വയംഭൂവായി എന്നവർ അവകാശപ്പെടുകയാണ്. അങ്ങനെ സ്വയംഭൂവായ വിഗ്രഹം, അതിനുവേണ്ടി പിന്നീട് ദീർഘനാളായി നടക്കുന്ന നിയമയുദ്ധം, ഏറ്റവും ഒടുവിൽ അതിന് നേടുന്ന വിജയം, ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ പോലും അവർ അതിനെ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് രാമനെ പരുവപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ചരിത്രമൊക്കെ എത്ര കാലം ഈ തരത്തിൽ വിസ്മരിക്കപ്പെടുന്ന കാലം വിദൂരമല്ല. അതിലൊരു സംശയവുമില്ല. അതായത് ചരിത്രം പറയുന്നതിന് നമുക്കിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് പറയുന്നു, പക്ഷേ അതൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇവരുടെ നീക്കണ്ടായിരിക്കുന്നത്. ചരിത്രം മാഞ്ഞു പോവുകയല്ല. നമ്മൾ സാധാരണ പറയും മറന്നു പോകുന്നു, ചരിത്രം മറന്നു പോകുന്നു സമൂഹം എന്ന് പറയും. ഇത് അങ്ങനെയല്ല സംഭവിച്ചത്. അധികാരം വ്യക്തമായ അജണ്ടയോടുകൂടി ഒരു ഇറൈസറായി പ്രവർത്തിക്കുകയും അധികാരത്തിൻ്റെ ഒരു മായ്പ് എന്ന് പറയുന്നത് കൃത്യമായി മായ്ച്ച് കളയലാണ് നടന്നത്, അല്ലാതെ തനിയെ മാഞ്ഞു പോയതല്ല. അങ്ങനെ മായ്ച്ച് കളയപ്പെട്ട ചരിത്രത്തിന് മുകളിലാണ്
കൊണ്ടാണ് ഈ ഇന്ത്യയുടെ ഇന്നത്തെ ഈ അവസ്ഥ യഥാർത്ഥത്തിൽ സംജാതമായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ചരിത്രത്തെ ഓർത്തെടുക്കുന്നത് കേവലമായി പഴയ ചരിത്രം പറയാൻ വേണ്ടിയല്ല, മറിച്ച് അധികാരം മായ്ച്ചു കളയുന്ന ചരിത്രത്തെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസികളോടക്കം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവവുമായി ഇന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ രാമന് യാതൊരു ബന്ധവുമില്ല എന്ന് ഉറക്കെ പറയേണ്ട ഒരു സന്ദർഭമാണ് ഇത്. കാരണം വലിയ തോതിൽ വിശ്വാസികൾക്കിടയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പ്രചരണം ഈ രാമജന്മഭൂമി നാം തിരിച്ചു പിടിക്കുന്നതിലൂടെ എത്രയോ കാലത്തൊരു വലിയ പോരാട്ടം നമ്മൾ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നാണ്. അതിൻ്റെ ഒരു നോട്ടീസിൽ കണ്ട വാചകം 500 വർഷക്കാലം നീണ്ട വിമോചന പോരാട്ടത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്നത്തെ ദിവസം എന്നാണ്. അത്തരം ഒരു വലിയ നരേറ്റീവ്, ഒരു വളരെ ഫേക്ക് നരേറ്റീവ്, ഒരു വ്യാജമായ ആഖ്യാനത്തെ നിർമ്മിച്ചെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാമനുമായി ഒരു ബന്ധവുമില്ലാത്ത പൂർണ്ണമായും രാഷ്ട്രീയമായി നിർമ്മിക്കപ്പെട്ട ഒരു രാമനെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയേണ്ട ബാധ്യതയുണ്ട്, ചുമതലയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.